നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2. അങ്ങനെ ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം തുടരുവാനായി സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നു ഇന്ന് 77,500 എന്ന ലെവലിന് മുകളിലായിട്ട് 0.25% നേട്ടത്തോടുകൂടി സെൻസെക്സിന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിക്ക് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. മാത്രമല്ല 24,050 എന്ന ലെവലിന് ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നില്ല. എങ്കിലും 24,200 എന്ന ബാലികേറ മലയുടെ തൊട്ട് താഴെ വെച്ച് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് 169 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,175 എന്ന ലെവലിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി കഴിഞ്ഞ ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച 24,100 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റി ക്ലോസ് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന നിലയിലായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിച്ചത്. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 2012 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടിയും 1002 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, L&T, നെസ്ലെ, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്നലെ ശക്തമായ ഇടിവിന് ശേഷം ഫ്രഷ് 52 വീക്ക് ലോ മാത്രമല്ല അതിന്റെ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിച്ചേർന്ന IT ഇൻഡെക്സിൽ നിന്ന് 5% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് ഇന്ത്യൻ IT മേഖലയെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ കാരണം എന്താണെന്ന് പിന്നീട് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം. അതേസമയം ഓട്ടോ, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് 1% വീതം നേട്ടവും കൈവരിക്കുവാനായി. ക്യാപിറ്റൽ ഗൂഡ്സ്, പവർ, ടെലകോം, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾ 0.4% മുതൽ 0.7% ഇടിവും ഇന്ന് നേരിട്ടു. ബോർഡർ മാർക്കറ്റ്സുകളും തരക്കേടില്ലാത്ത പ്രകടനമാണ് ഇന്നും കാഴ്ചവെച്ചത് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും. തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.5%, സ്മോൾ ക്യാപ്പിന് 1.2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. തുടർച്ചയായി ഇന്ന് നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ക്ലോസിംഗ് ബേസിസിൽ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 15 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.39 എന്ന ലെവലിലായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇന്ത്യൻ രൂപ ഈ ആഴ്ചയിൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലും ഇടിവ് തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതും US ഡോളറിനെതിരെ. HFCLന്റെ സ്റ്റോക്ക് പ്രൈസിൽ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇടിവ് പ്രകടമായിരുന്നു. തൽഫലമായി തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളുണ്ട് ഏകദേശം 5% ഇടിവും സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപേ ഗൾഫ് റീജിയനിലെ എസ്പെഷ്യലി UAയിലുള്ള NMC ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ഓഫ് ബറോദയുടെ കേസിൽ അബുദാബിയിലെ ഗ്ലോബൽ മാർക്കറ്റ് കോർട്ടിൽ വെച്ച് ഇൻസോൾവൻസി കേസ് 5,700 കോടി രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കില് 4% ഇടിവും അനുഭവപ്പെട്ടു. ഏകദേശം 2018-19 വർഷമായിരുന്നു NMC ഗ്രൂപ്പ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയതും ഈ കേസുകൾ ഉടലെടുത്തതും. ആത്മവിശ്വാസത്തോടുകൂടി തന്നെ 6,600 കോടി രൂപയുടെ IPOയ്ക്കായിട്ടുള്ള ഡ്രാഫ്റ്റ് പേപ്പേഴ്സ് തങ്ങൾ സമർപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം കാർസ്ബർഗ് ഇന്ന് ഔദ്യോഗികമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $71 താഴേക്ക് പോയതിനെ തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ച് 4 മാസങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് എണ്ണയുടെ വില ഇത്രയും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരുന്നതും. കൂടാതെ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ വരുന്ന ഞായറാഴ്ച OPEC രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ മീറ്റിംഗ് ഉണ്ട്. ഈ മീറ്റിംഗിൽ വരുന്ന ഓഗസ്റ്റ് മാസം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ OPEC രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷയും, ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കുന്നതിനാൽ തന്നെ കപ്പലുകൾക്ക് മറ്റുള്ള തടസ്സങ്ങളൊന്നും കൂടാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതും എണ്ണയുടെ പരിപൂർണമായിട്ടുള്ള ഫ്രീ ഫ്ലോയ്ക്കും വഴിതെളിക്കുന്നുമുണ്ട്. ഈ കാരണങ്ങളൊക്കെ മൂലം ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയില് 1.25% അനുഭവപ്പെട്ട ഇടിവും ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. ഇന്നലെ
ദോഹയിൽ വെച്ച് ഇറാൻ US പ്രതിനിധികൾ നേരിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടില്ലെങ്കിൽ കൂടിയിട്ടും മധ്യസ്ഥരുമായി നടത്തിയ ചർച്ചകളില് ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മാത്രമല്ല ആതിഥേയരായിരുന്ന ഖത്തറും പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് ചർച്ച അവസാനിക്കുന്ന വേളയിൽ നടത്തുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ വീണ്ടും കൂൾ ഓഫ് ആകുന്ന കാഴ്ചകൾ തന്നെയാണ് ഇന്ന് കാണുവാനായിട്ടും സാധിച്ചത്. കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ വിക്സില് ശക്തമായ ഇടിവും അനുഭവപ്പെട്ടു. ഏകദേശം 7.25% ഇടിവോടുകൂടി 12.28 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ഈ വർഷം ഫെബ്രുവരി 27 രാത്രിയിൽ ഇന്ത്യൻ മാർക്കറ്റ് അടച്ചതിന് ശേഷമായിരുന്നു ആരംഭിച്ചതും. എന്നാൽ ഫെബ്രുവരി 27-ന് ഇന്ത്യൻ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നപ്പോൾ ഇന്ത്യ വിക്സ് എവിടെയായിരുന്നു ആ നിലയിലേക്ക് 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ വിക്സിന് എത്തിച്ചേരുവാനുമായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ശക്തമായ ഇടിവും മുൻപ് നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ട പോലെ തന്നെ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ ഇടിവിന് ശേഷം ITക്ക് അതിന്റെ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടും വന്നിരുന്നെങ്കിൽ ഇന്ന് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ ഗുഹൻഹൈം സെക്യൂരിറ്റീസിന്റെ ഭാഗത്ത് നിന്നും IT മേഖലയ്ക്ക് AI ഭീഷണി ഇല്ലെന്നുള്ള പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് ഇന്നലെ US മാർക്കറ്റില് ടെക് സ്റ്റോക്കുകൾക്ക് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ AI ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ ശക്തിയാൽ കുതിച്ചുയർക്കപ്പെട്ട കൊറിയൻ മാർക്കറ്റിന് 8.5% നഷ്ടം നേരിട്ടെങ്കിലും ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് ഈ ഗ്ലോബൽ ഏജൻസിയുടെ പ്രസ്താവനയെ തുടർന്ന് 5% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതും നമ്മുടെ മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കരുത്ത് പകരുകയും ചെയ്തു. 1195 പോയിന്റുകളുടെ അഥവാ 4.64% നേട്ടത്തോടുകൂടി 26,965 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് നിഫ്റ്റി IT ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. എസ്പെഷ്യലി ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായ ഇൻഫോസിസിന് 4% HCL ടെക്കിന് 3.4%, TCSന് 2.6% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട 17% ഇടിവ് രേഖപ്പെടുത്തിയ വിപ്രോയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 2.25% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായത്. എന്നാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ തുടർന്ന ഇടിവും മിക്സ്ഡ് ആയിട്ടുള്ള Q1 ബിസിനസ് അപ്ഡേറ്റ് പല ബാങ്കുകളും പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ അനുഭവപ്പെട്ട മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് നിഫ്റ്റി ബാങ്കിനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ബാങ്കിംഗ് മേഖലയ്ക്കും കൂടി ശക്തി ആർജിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ശക്തമായ ഒരു പ്രകടനം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് കാഴ്ചവെക്കുവാനും സാധിച്ചേനെ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. രാവിലെ നേരിയ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്ന യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 76 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.25%, ജർമ്മൻ മാർക്കറ്റ് 0.25% നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്ത്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്തോനേഷ്യ, തായ്ലാന്റ് തുടങ്ങിയ മാർക്കറ്റുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ജപ്പാന് 2%, തായ്വാന് 0.5%, കൊറിയൻ മാർക്കറ്റിന് 8.5%, ചൈനീസ് മാർക്കറ്റിന് 2%-ലേറെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില 70.65 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $67.66 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം 1% 467.22 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. TVS മോട്ടോർ ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയില് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 47% വർധനവ് രേഖപ്പെടുത്തി. ബജാജ് ഓട്ടോ ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ ടോട്ടൽ സെയിൽസിൽ 28%, ഡൊമസ്റ്റിക് സെയിൽസിൽ 11% വർധനവ് രേഖപ്പെടുത്തി ഇയർ ഓൺ ഇയർ ബേസിസിൽ. CSM ടെക്നോളജീസ് ഇന്ന് സ്റ്റോക്ക് NSEയിലും BSEയിലും IPO പ്രൈസിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും. സി എന്റർടൈൻമെന്റ് 418 കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സംബന്ധിച്ച
മാധ്യമ റിപ്പോർട്ടുകൾ കമ്പനി ഇന്ന് ഔദ്യോഗികമായി തന്നെ നിഷേധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയും ചെയ്തു. ഓല ഇലക്ട്രിക് 2027 സാമ്പത്തിക വർഷത്തിലെ പോസ്റ്റ് ക്വാർട്ടറില് കമ്പനിയുടെ വാഹന രജിസ്ട്രേഷന്റെ എണ്ണം ഇരട്ടിയോളം വർദ്ധിച്ചു. അതായത് 22,252 എന്ന കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്നും ഈ ക്വാർട്ടർ ആയപ്പോൾ 43,719 ആയിട്ടാണ് ഉയർച്ച രേഖപ്പെടുത്തിയതും. കെർനെക്സ് മൈക്രോ സിസ്റ്റംസ് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ 207 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡുള്ളാപങ്കി ദാം പാതയിൽ കമ്പനി വികസിപ്പിച്ച കവച് പതിപ്പ് 4.0 വിജയകരമായിട്ട് പ്രവർത്തന സജ്ജമായതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. ക്രോംപ്ടൺ ഗ്രീവ്സ് 30 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. MRPL ജൂലൈ 15 കമ്പനി ക്വാർട്ടർ 1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.